എത്ര നല്ല റിലേഷൻഷിപ്പ് ആണെങ്കിലും ചില കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയി ചെയ്തു കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് ഡെസ്ട്രോയ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ആർഗ്യൂയിങ് ഓർ ഫൈറ്റിംഗ് ഓവർ സ്മോൾ തിങ്സ്, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, സില്ലി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. വിൻ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കാരണം കൂടുതലായിട്ട് ആർഗ്യൂ ചെയ്യുക, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത രീതിയിലൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ കുറ്റപ്പെടുത്തുക, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ നിങ്ങൾ തുടർച്ചയായി ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ ഒരു ബിഹേവിയർ. 2, എക്സ്പെക്ടിങ് ദം ടു നോ, അതായത് നിങ്ങളെ അവർ നിങ്ങൾ പറയാതെ തന്നെ മനസ്സിലാക്കണം എന്നുള്ള ഒരു ചിന്താഗതി. ഒരു പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്കത് കഴിഞ്ഞേക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തോ കാര്യത്തിന് നിങ്ങൾ പിണങ്ങിയിരിക്കുകയാണ്, ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ എല്ലാ കാര്യങ്ങളും പറയാതെ തന്നെ മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നത് പലപ്പോഴും ആ റിലേഷൻഷിപ്പിന്റെ തകർച്ചയിലേക്ക് നയിക്കും. 3, ടേക്കിംഗ് ഈച്ച് അതർ ഫോർ ഗ്രാന്റഡ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ നിങ്ങൾ വളരെയധികം നിസ്സാരമായിട്ടാണ് കണക്കാക്കുന്നത്. അവർ നിങ്ങളോടുള്ള ഒരു ഇഷ്ടം കാരണം നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തരികയാണ്. സോ അങ്ങനെ ഒരു കാര്യം അവരുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കുന്ന സമയത്ത് അത് നിങ്ങൾ വളരെ നിസ്സാരമായിട്ടാണ് കണക്കിലാക്കുന്നത്. മാത്രമല്ല, അതവർ ചെയ്യണം, അത് അവരുടെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ ഇതൊന്നും ഇത്ര വലിയ സംഭവമല്ല. ഈ ഒരു രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ആ റിലേഷൻഷിപ്പ് ഡെസ്ട്രോയ് ആവുന്നതിന് കാരണമാകും. 4, പറയേണ്ട കാര്യങ്ങളായിരിക്കും, പക്ഷെ എങ്ങനെ പറയും, അല്ലെങ്കിൽ പറയണോ, ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് കാരണം പലപ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കും, അതൊന്നും പറയില്ല. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി വിഷമിച്ചാലോ, അല്ലെങ്കിൽ അതെങ്ങനെ പറയും, കൺഫ്യൂസിങ് ആണ് എന്നൊക്കെ കരുതിക്കൊണ്ട് അവരറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാതെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അതും ആ റിലേഷൻഷിപ്പിനെ നെഗറ്റീവായി ബാധിക്കും. ഫൈനലി, പുട്ടിങ് എവറിത്തിങ് എൽസ് ഫസ്റ്റ്. നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് ഏറ്റവും ലാസ്റ്റ് ആണ്. മറ്റെല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്പർ 1 ആയി കൊടുക്കും. പക്ഷെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും അവർക്ക് കൊടുക്കുന്ന സ്ഥാനം. സോ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ നെഗറ്റീവായി ബാധിക്കും. ഒരു നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഈ മിസ്റ്റേക്ക് അവോയ്ഡ് ചെയ്യുക. ഇതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ഗൈഡൻസ് വേണം, ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക സപ്പോർട്ടിന് വേണ്ടി.